ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് പട്ടികയുടെ അടിവാരം അടക്കി വരിക്കുന്ന അടിവാരൻ രാജാക്കന്മാരായിരുന്നു നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. ഇവര് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പോയിന്റ് പട്ടികയിൽ പടിപടിയായിട്ട് ഉയർന്നു വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. യുവാൻ പെട്രോ ബെന്ലി എന്ന പരിശീലകൻ വന്നതിന് ശേഷമായിരുന്നു അവർക്ക് അടിവാരത്തു നിന്നൊരു മോചനം സാധ്യമായത്. പിന്നീട് അവർ നാഷണൽ ലെവലിൽ ഒരു കിരീടം നേടുന്ന അവസ്ഥയിലേക്ക് വളർന്നു വരാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലബ്ബാണ്. അങ്ങനെ അടിവാരത്തു നിന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ വിമോചനത്തിന് കാരണക്കാരനായത് അവരുടെ പരിശീലകനായിട്ടുള്ള യുവാൻ പെട്രോ ബെന്ലിയാണ്. അതേ യുവാൻ പെട്രോ ബെന്ലിയെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ മണ്ണിൽ നിന്നുള്ള ആരാധകരെ പഞ്ഞി കിട്ടുന്ന അവസ്ഥ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ വന്നതാണ്. പിന്നെ മൈക്കിന്റെ കുറച്ച് പ്രശ്നങ്ങൾ മൂലം ഞാൻ വീഡിയോ ചെയ്യേണ്ടെന്ന് കരുതാണ്. പിന്നെയും കുറെ മെസ്സേജ് കാരണമൊന്നും ചെയ്യുന്നതാണ്. കുറച്ച് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇനി വൈകുന്നുണ്ട്. ഇവിടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ പരിശീലകനായിട്ടോ യുവാൻ പെട്രോ ബെന്ലി ഗുവാഹത്തിയിലെ അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ചിട്ട് കാർ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട തർക്കത്തിനെ തുടർന്ന് തദ്ദേശീയരായിട്ടുള്ള 3 പേരുമായിട്ട് വാക്ക് തർക്കത്തിൽ ഏർപ്പെടുകയും പിന്നീട് അത് കയ്യാങ്കളിയിലേക്ക് പോവുകയും അവർ ബെന്ലിയെ മർദ്ദിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ആശാന് പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് സത്യം. ആ 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ മണ്ണിലേക്ക് വരുന്നതിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ആള് ബെന്ലിയൊന്നും അറസ്റ്റ് ചെയ്യുന്നല്ലോ, ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടാകുന്ന ആദ്യത്തെ ആള് ബെന്ലിയൊന്നും അല്ല. ചെന്നൈയിൻ FC സൂപ്പർ താരമായിരുന്ന എലനോ ബ്ലൂമർ ആദ്യ ISL എന്റെ ഹീറോ പുള്ളിയായിരുന്നു. ആ പുള്ളിയെ FC ഗോവയുടെ അധികൃതർ ജയിലിൽ കയറ്റുകയും മണിക്കൂറുകളോളം തടഞ്ഞു വെക്കുകയും ഇനി ഇന്ത്യയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി പോവുകയൊക്കെ ചെയ്തത് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ കറുത്ത ഏടുകളിൽ ഒന്നാണ്.